നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ അക്കാര്യം സംഭവിച്ചിരിക്കുന്നു. ഇന്നലെ മുഴുവനും ഓർഗെ ഹീസസിനെ പുറത്താക്കി എന്നൊക്കെ സൗദി മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഒടുവിൽ അക്കാര്യം ഒഫീഷ്യലായിട്ട് ഇന്ന് പുലർച്ചെ സൗദി അറേബ്യൻ ക്ലബ്ബ് അൽ ഹിലാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യെസ്, ഓർഗെ ഹീസസിനെ അവർ പുറത്താക്കിയിരിക്കുന്നു, പറഞ്ഞു വിട്ടിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അങ്ങനെയാണ്. അൽ ഹിലാലും ഓർഗെ ഹീസസും തമ്മിൽ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. ക്ലബിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? അൽ ഹിലാൽ ആൻഡ് ഹിസൂസ് എഗ്രി ടു ടെർമിനേറ്റ് ദി കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അൽ ഹിലാൽ ക്ലബ്ബ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പോർച്ചുഗീസ് ഹെഡ് കോച്ച്, ഫസ്റ്റ് ടീമിൻ്റെ പോർച്ചുഗീസ് ഹെഡ് കോച്ചായിരുന്ന ഹോർഗെ ഹീസസുമായിട്ട് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവർ തമ്മിലുള്ള കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുകയാണ്. ബോർഡ് അദ്ദേഹത്തിൻ്റെ എഫേർട്ടുകൾക്ക്, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ എഫേർട്ടിന്, ലാസ്റ്റ് സീസൺ മുതലുള്ള ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ എഫേർട്ടിന് എല്ലാവിധ അപ്രീസിയേഷനും നൽകുന്നു. അതോടൊപ്പം തന്നെ ഇനി എന്ത് എന്നുള്ള ചോദ്യമുണ്ടല്ലോ, അതിനുള്ള മറുപടി അൽ ഹിലാലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അൽ ഹിലാൽ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു കോച്ച് മുഹമ്മദ് അൽ സൽഹൂബിനെ ഫസ്റ്റ് ടീം കോച്ചായിട്ട് റോഷൻ സൗദി ലീഗിൽ ടീമിനെ നയിക്കാൻ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അൽ ഹിലാൽ ക്ലബിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ സൽഹൂബ് നമുക്കറിയാം ഈ സീസൺ ഇനി വളരെ കുറഞ്ഞ മത്സരങ്ങളേ ഉള്ളൂ. ആ ചടങ്ങ് അങ്ങ് തീർക്കുക എന്നതായിരിക്കും. ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് സൗദി ക്ലബ്ബായിട്ടുള്ള അൽ ഹിലാലിന് പുതിയ കോച്ച് വരുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. സാവി ഹെർണാണ്ടസിനെ, എഫ് സി ബാഴ്സലോണയുടെ കോച്ചായിരുന്ന, എഫ് സി ബാഴ്സലോണയുടെ ലെജൻഡായിരുന്ന, മിഡിൽ ഈസ്റ്റിൽ അൽസദിൻ്റെ കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുമുള്ള ചാവി ഹെർണാണ്ടസിനെ അവർ കോച്ചാക്കി വെച്ചേക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് അദ്ദേഹത്തെ കൂടി അവർ പരിഗണിക്കുന്നുണ്ട് എന്ന വാർത്തകൾ ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം ചില സൗദി മാധ്യമങ്ങളിലും കാണുന്നു. അതിലെന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. ഓർഗെ ഹീസസിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യമുണ്ട്. ബ്രസീൽ ഒരു പുതിയ കോച്ചിനായിട്ടുള്ള ശ്രമത്തിലാണല്ലോ. കാർലോ അഞ്ചലോട്ടിയെ തന്നെയാണ് ഇപ്പോഴും അവർ പ്രഥമ ചോയ്സ് ആയിട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓർഗെ ഹീസസുമായിട്ടും നെഗോസിയേഷൻസ് നടക്കുന്നുണ്ട് എന്ന് ഫബ്രിസിയോ റൊമാനി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് സംഭവിച്ചാൽ ഓർഗെ ഹീസസിൻ്റെ ഡ്രീം ജോബാണ് ബ്രസീലിയൻ ടീമിൻ്റെ കോച്ചാവുക എന്നുള്ളത്. അതിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.